പ്രവചനാതീതമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പലരും കരുതുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കണക്കുകളിൽ മുന്നണികൾക്ക് ഒരേപോലെ നെഞ്ചിടിപ്പേറുന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ അടുത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ പത്താ നടിക്കാൻ കേൾക്കാൻ പറ്റും. കാര്യം അത്ര പ്രവചനാതീതമായിരിക്കുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. SKN തീർച്ചയായും സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് നമുക്ക് ഏറുകയാണ്. വലിയ ആകാംക്ഷാഭരിതരായി ജനങ്ങളും ഈ രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തെന്ന് അറിയാൻ. നാളെ രാവിലെ 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. എല്ലാ ഒരുക്കങ്ങളും 24 സംഘം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഫലസൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എന്തായാലും പാലക്കാട് 3 മുന്നണികളും ഇപ്പോഴും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. മികച്ച പ്രകടനത്തിലൂടെ, അതായത് പിരായിരി അടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടിലാണ് UDF പ്രതീക്ഷ വെക്കുന്നത്. നഗരസഭയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു 50,000-ലേറെ വോട്ട് നേടി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 മുതൽ 12,000 വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന കണക്കൂട്ടിലാണ് UDF ക്യാമ്പിലുള്ളത്. എന്നാൽ ഏറ്റവും മോശം സാഹചര്യത്തിലാണെങ്കിലും ഒരു 5,000-ലേറെ വോട്ടുകൾക്ക് ജയിക്കുമെന്ന് ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതാണ് UDF ക്യാമ്പിലെ പ്രതീക്ഷ. ഇപ്പോഴും അവർ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. പാലക്കാട്ടെ ജനങ്ങളിൽ വിശ്വാസമാണെന്ന് ആവർത്തിക്കുകയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ BJP ക്യാമ്പും തികഞ്ഞ വിജയപ്രതീക്ഷ പുലർത്തുന്നു. നഗരകേന്ദ്രങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്നാണ് BJP പറയുന്നത്. LDF സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷ പുലർത്തുന്നെങ്കിലും CPM ഒരു 2ാം സ്ഥാനമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആർ ശ്രീജിത്താണ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനങ്ങൾക്കെല്ലാം അതീതമാണ്. കാരണം അത്ര വാശിയേറിയ കട്ടയ്ക്കെന്ന് നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം പറയുന്നില്ല, കട്ടയ്ക്കാണ് പോകുന്നത്.